അഭിലാഷ് ഇതിൽ കാണേണ്ടത് എപ്പോഴും ഈ ഇടതുപക്ഷം ഇക്കാര്യത്തെ കാണുന്നതും CPM വിശിഷ്യ സംഘടനാ സമ്മേളനത്തിൽ നവകേരളത്തിൻ്റെ പുതുവഴികൾ തേടുന്നു എന്ന രാഷ്ട്രീയ കരട് രേഖ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന വസ്തുതകൾ മുതലാളിത്തത്തിലേക്കുള്ള ഒരു നയമാറ്റമാണോ എന്ന സംശയം ജനിപ്പിക്കുമെങ്കിലും മുതലാളിത്തത്തിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്നും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്നാമതായി അതാണ് പരിഗണിക്കപ്പെടുന്നത്. നമുക്കറിയാം ഭൂപരിഷ്കരണ നിയമം രാജ്യത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വഴി സംസ്ഥാനത്ത് വിപ്ലവാത്മകമായ മാറ്റം വന്നു. പക്ഷെ ഒരിക്കലും ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് ആശയമേ ആയിരുന്നില്ല. അല്ല, ഇത് പക്ഷേ മുൻപ് നവലിബറൽ എന്ന് CPM തള്ളിയിരുന്ന നയങ്ങളാണ്. അവ ഇപ്പോൾ നടപ്പാക്കുമ്പോൾ 10 വർഷം ഭരിച്ചപ്പോൾ ഒരു ഭരണ പാർട്ടി ആയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് തിരിച്ചറിവ് CPM-ന് വന്നു എന്നാണോ? അങ്ങനെയല്ല. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളികൾക്ക് ക്വാർട്ടേഴ്സ് അനുവദിക്കുക, അതുപോലെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ മുതലാളിത്തത്തിൻ്റെ ഭാഗമായി ക്വാർട്ടേഴ്സുകൾ എന്ന് വെച്ചാൽ മുതലാളിത്തം എന്ന് പറയുന്നത് ഏതെങ്കിലും സോഷ്യലിസ്റ്റ് ആശയത്തെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് വരുന്നില്ല. മറിച്ച് ഇവിടെ കേരളത്തിൻ്റെ പുതിയ ഒരു ബദൽ സംവിധാനം ആലോചിക്കണം എന്നുള്ളത് ഭരണപക്ഷ നിലപാട് കൊണ്ട് മാത്രമല്ല ചിന്തിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബദൽ നയം വന്നേ മതിയാകും. അല്ല, ഏതാണ് ആ ബദൽ എന്ന് പറയുമ്പോൾ ഈ ഫീസുകൾ വർദ്ധിപ്പിച്ചും സെസ് ഏർപ്പെടുത്തിയും സ്വകാര്യ മൂലധനത്തിന് അനിയന്ത്രിതമായി അനുമതി കൊടുത്തുമൊക്കെയുള്ള നയമാകുമ്പോൾ അതൊരു പാരഡൈം ഷിഫ്റ്റാണ്. CPM തന്നെ പറയുന്നത് പോലെ അതൊരു പാരഡൈം ഷിഫ്റ്റാണ്. പക്ഷേ ഇത്ര കാലം അതിനെയൊക്കെ വേറൊരു കണ്ണിലൂടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ചേഞ്ച് അതിൻ്റെ കാലാകാലങ്ങളിൽ വരുന്നുണ്ട് എങ്കിൽ പോലും. അപ്പോൾ കേരള മോഡൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അത് സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുകയാണ്. ഇനി അടുത്തത് ഇങ്ങനെ വേണം എന്നുള്ള നില, അതാണ് ഞാൻ തിരിച്ചറിവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെയല്ലേ, ഇത് കേരള മോഡൽ എന്ന് പറയുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റണമെങ്കിൽ കൃത്യമായി ഇത്തരത്തിലൊരു ഇടപെടൽ വേണം. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും അതുതന്നെയാണ് പറയുന്നത്, അത് തന്നെയാണ് മാർക്സിൻ തിയറിയിലും പറയുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇത്തരം ഒരു നയം മാറ്റം ബദലായി എന്തു കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് PPP മോഡലിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഒരു വലിയ ആശയമാണ്. ഇതൊരു പുതിയ ആശയമെന്ന നിലയിലാണ് ഇപ്പോൾ പല വിമർശകരും ഉയർത്തി കാണിക്കുന്നത്. ഇതൊരു പുതിയ ആശയമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 20ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. അത്തരം സിക്ക് യൂണിറ്റുകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെയും ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിച്ചു എന്നാണ് കഴിഞ്ഞ 20 കൊല്ലമായി ഇടതുപക്ഷം വിവിധ കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം. ആദ്യത്തെ നരസിംഹറാവുവിൻ്റെ സർക്കാർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സർക്കാരുകൾക്കെതിരെയും CPM-ഉം ഇടതുപക്ഷ കക്ഷികളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ നിങ്ങൾ പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുന്നു എന്നാണ്. അപ്പം അത് തന്നെയല്ലേ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അഭിലാഷ് ഇതിനെ കാണേണ്ടത് കേന്ദ്രത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒന്നാകെ കൈയൊടിയുന്ന സമീപനമാണ്. എന്നാൽ കേരളത്തിൽ ആലോചിക്കുന്നത് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിൽ ഓടുന്നുവെങ്കിൽ ആ പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും, ആ പുനരുജ്ജീവനത്തിന് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എങ്ങനെ അതിൽ ഉൾപ്പെടുത്താൻ കഴിയും. അങ്ങനെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെയുള്ള ഒരു പുനരുജ്ജീവനമാണ് നോക്കുന്നത്. അത് കൃത്യമായി സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു തരത്തിലും വരാത്ത രീതിയിലായിരിക്കും ആ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് CPM കാണുന്നത്.